ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ 7th എപ്പിസോഡ് ആട്ടോ. അപ്പോൾ ഒരുപാട് പേര് ലൈക്ക് ചെയ്ത് കാണുന്നുണ്ട്, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നതാണെങ്കിൽ ഇവർ രണ്ട് പേരായിട്ടും ഇവർ നഴ്സിംഗ് റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ നഴ്സാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഹൈ ഡോസും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവർ എത്രമാത്രം സ്റ്റേബിൾ ആവുമെന്ന് അറിയില്ല. ഡെയ്വ് എന്തായാലും ഇപ്പോൾ തന്നെ സ്റ്റേബിൾ ആവും. സോ ഡെയ്വിന് അത്ര ഡേഞ്ചറും കാര്യങ്ങളായിട്ട് ഒരു കാര്യങ്ങളും ഇമ്പാക്ട് ചെയ്തിട്ടില്ല, ആ ഒരു ഡ്രിങ്ക്സ് എഫക്ട് ചെയ്തിട്ടില്ല. പക്ഷേ സെന്നിൻ്റെ ബോഡിയിലാണെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. സോ എന്ത് പറ്റും ഏത് പറ്റും എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു അതിന് സെന്നാകെ 2 ഗ്ലാസ് ഡ്രിങ്ക്സ് മാത്രമേ അടിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും അടിച്ചിട്ടുണ്ടായില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് പറ്റുന്നതെന്ന് പറയുമ്പോൾ നേഴ്സ് പറയുന്നുണ്ട് ഈ പോയിസൺ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോരുത്തരുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ അതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡെയ്വിൻ്റെ അവസ്ഥ കണ്ടിട്ട് മേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവൾ പറയുന്നുണ്ടായിരുന്നു ഇതിനൊരിക്കലും ഞാൻ വെറുതെ വിടില്ല, ഇത് ചെയ്ത ആൾക്കാർ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഇവർ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരാൾ ഇങ്ങനെ ഓടുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ആ രൂപം കണ്ടിട്ട് ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു നേഴ്സിനോട് വാന് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ, ഡോക്ടർ എവിടെ, ഇവർക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ചികിത്സയും കാര്യങ്ങളൊക്കെ വേണമെന്ന്. അപ്പോൾ ഡോക്ടർ ഇവിടെ ഇല്ല, ഡോക്ടർ വേറെ സ്ഥലത്തേക്ക് പോയതാണെന്ന് പറഞ്ഞിട്ട് നേഴ്സ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതൊരു ഹോസ്പിറ്റൽ, ഒരു വലിയൊരു സ്കൂളായിട്ട് ഇവിടെ ഒരു ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല, ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ലേ എന്നുള്ള രീതിയിലാണെങ്കിൽ വാന് ചോദിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ നമ്മുടെ സെന്നിനെയാണ് കാണിക്കുന്നത്. സെന്നിൻ്റെ അവസ്ഥ വളരെ മോശമായിട്ട് വരികയാണ് കേട്ടോ. സെന്നിൻ്റെ ഡെയ്വിൻ്റെ അവസ്ഥ നല്ല രീതിയിൽ മോശമായി വരികയാണ്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ആ ഓടി വരുന്ന ആളെയാണ്. ആളുടെ കയ്യിലാണെങ്കിൽ ഒരു ലിക്വിഡ് ഉണ്ട്, അത് കണ്ടിട്ട് ഫോർമുല ആണെന്ന് തോന്നുന്നു. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുലയും കാര്യങ്ങളും സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത്. ആ ഒരു ഫോർമുല വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇത് എന്താണെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ മാറ്റ് ആ ഒരു സംഭവം പോയിട്ട് എടുക്കുന്നുണ്ട്, ആ ഫോർമുല പോയിട്ട് എടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു കുറിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു ലിക്വിഡ് ഈ ഒരു ഫോർമുല കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഇത് എന്ത് ഫോർമുലയെന്ന് അറിയാതെ എങ്ങനെയാണ് കൊടുക്കുക. അപ്പോൾ മാറ്റ് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇവരുടെ അവസ്ഥ എങ്ങനെയാണ്, എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല, ഡോക്ടറും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവർ പറയുന്ന പോലെ തന്നെ ഈ ഒരു കുറിപ്പിലുള്ള പോലെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്കും ആ ഒരു ഫോർമുല കൊടുക്കുന്നുണ്ടായിരുന്നു. ജെറോം ആണെങ്കിൽ നമ്മുടെ ഡെയ്വിനും അതുപോലെ തന്നെ മാറ്റ് ആണെങ്കിൽ സെന്നിനും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇവർ കുറേ നേരം അക്ഷമരായിട്ട് എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് എത്രമാത്രം അത് ഇമ്പാക്റ്റ് ആവുമെന്ന് അറിയില്ലല്ലോ, ഇവർ ജീവിതം വരെ നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു സുപ്രീമോ ആണെങ്കിൽ ആ ഒരു പാർട്ടി സ്റ്റെയറിൽ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ വയലറ്റ് മേഡം വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവർ രണ്ടാളും കൂടെ ഈ പാർട്ടിയിൽ വെച്ച് ഇപ്പോൾ നടന്ന സംഭവങ്ങളെയും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും സെന്നിനും ഡെയ്വിനും എന്താണ് സംഭവിച്ചത് എന്താണെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മാഡം പറയുന്നുണ്ടായിരുന്നു അത് ഡ്രിങ്ക്സ് അടിച്ചതിൻ്റെ പുറത്തായിരിക്കാം. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതൊന്നല്ല, എന്തോ ഒരു സംഭവം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ എന്തായാലും തൽക്കാലം ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അവർ പറയുന്നുണ്ട് സുപ്രീമോ ആണ്, നീ ഇവിടെ എന്തായാലും വേണം, നിൻ്റെ പ്രസൻസ് ഇവിടെ വേണം, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കണം, അത് നല്ലൊരു സ്കൂളാണെന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത് നല്ലൊരു സ്കൂൾ അവിടെ എന്ത് രീതിയിലാണെന്നുള്ള രീതിയിൽ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ആ സ്റ്റുഡൻസിനെയാണ് കാണുന്നത്. ഈ സ്റ്റുഡൻസിനെ കാണുമ്പോഴാണെങ്കിൽ ഡെയ്വിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയ്വ് ഇങ്ങനെ ബോധം വന്ന സമയത്താണെങ്കിൽ സെന്നിൻ്റെ തീരെ ഒരു ബോധം പോയിട്ട് ഒരു അനക്കവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ അക്ഷമയോടുകൂടി നിൽക്കുമ്പോഴായിരുന്നു ഒരാളുടെ എൻട്രി. ആ ഒരു ഫോർമുല കൊടുത്ത ആൾ ഒരു ഗേൾ ആണെന്ന് പറഞ്ഞത്. സോ ഗേൾ തന്നെയാണ്. അപ്പോൾ അവൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് നീ ആരാണ്, എന്താണ്, എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും നിങ്ങളുടെ എനിമിയല്ല, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ അവളാണെങ്കിൽ ഒരു ഖഡാര എടുത്തിട്ട് നമ്മുടെ സെന്നിൻ്റെ ചെസ്റ്റിൽ കുത്തിയിട്ട് മുറിവാക്കുന്നുണ്ട്. ജസ്റ്റ് അവളെ ഡെത്തിലേക്ക് കടത്തി വിടുക. ഒരു ഫോർമുല കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മരിച്ച ആൾക്കാർക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. സോ അവളെ കൊല്ലാണ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നിട്ടാണെങ്കിൽ ആ ഒരു ലിക്വിഡ് കൊടുക്കുക, ആ ഒരു ഫോർമുല മാറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ കൊടുത്ത് കുറച്ചൊരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ അവൾക്ക് അനക്കവും കാര്യങ്ങളും മൊത്തത്തിൽ അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അവൾക്കും അവിടെ ബോധം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ഇവരെല്ലാവരും കൂടെ അവർ രണ്ടുപേരെയും കൺസൾട്ട് ചെയ്യാണ്. സോ സെന്നിനും ഓക്കെ ഡെയ്വിനും ഓക്കെ, ഇവർക്ക് ആകെ ഒരു ആശ്വാസമായി. ഇവർ പിന്നീട് നോക്കുമ്പോൾ ആ ഒരു ഗേളിനെ കാണുന്നില്ല, അവൾ എവിടെ പോയി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ 6 പേരും ക്ലാസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഡെയ്വ് ആണെങ്കിൽ ഭയങ്കര അങ്ങനെ ഓരോ പവർഫുൾ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു, ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും ഇങ്ങനെ നിൽക്കാൻ പറ്റും. അപ്പോൾ ഇവരെല്ലാവരും കളിയാക്കി പറയുന്നുണ്ടായിരുന്നു ഇന്നലെ നിൻ്റെ ജീവിതം നശിച്ചു, ഇവർ മരണത്തിലേക്ക് പോകേണ്ടതായിരുന്നു, ആ ഒരു ഗേളാണ് രക്ഷിച്ചത്. അത് ആരായിരിക്കും ആ ഗേള്, വല്ല മാലാഖ ഒരു കാർട്ടൂൺ കഥാപാത്രത്തൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഓരോ ജീവിതത്തിൽ വന്ന് രക്ഷിക്കുന്ന ആൾക്കാർ ഒരു ക്യാരക്ടറിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ അതൊന്നല്ല, എന്തായാലും ദൈവത്തിൻ്റെ ഓരോ ഇതാണെന്ന് പറഞ്ഞിട്ട് അവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ ജീവിതം രക്ഷിച്ചത് ദൈവമാണെന്നുള്ള ആ ഒരു വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ സാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. സാർ വന്നിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മുടെ സെന്ന് മാത്രമേ ആ ക്ലാസ്സിൽ ഇരിക്കുന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ സെലീന് നമ്മുടെ സെന്നിനോട് പറയുന്നുണ്ടായിരുന്നു നീ ചുറ്റും നല്ല രീതിയിൽ വീക്ഷിക്കണം, നിൻ്റെ ചുറ്റും എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു സ്റ്റുഡൻറ്റിനെ കാണിച്ച് പറയുന്നുണ്ട് ഇവനാണോ എൻ്റെ എനിമി, ഇവനെ പേടിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പറയുന്നുണ്ട്, സെലീൻ പറയുന്നുണ്ടായിരുന്നു നിൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും നീ വിശ്വസിക്കുന്നത് അത്ര നല്ല കാര്യമല്ല, എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഓരോരുത്തരും നിൽക്കുന്നത്. സോ അപ്പോൾ ഇവളാണെങ്കിൽ കൂടെ നമ്മുടെ ബ്ലഡി നൈറ്റിൽ
നടന്ന ഓരോ കാര്യങ്ങൾ ഇൻസിഡൻ്റ് ഒക്കെ ആലോചിക്കുന്നുണ്ട്, എന്തിനാന്നുള്ളതൊന്നും അറിയില്ല. കൂടാതെ തന്നെ അവളോട് പറയുന്നുണ്ടായിരുന്നു എല്ലാവരും ചെന്ന് നല്ല ടൈറ്റായിട്ട് ഹഗ് ചെയ്യേണ്ട, ആരെ കയ്യിലാണ് ഈ ഒരു ഖടാര ഉണ്ടാവുക എന്ന് അറിയാൻ പറ്റില്ല, സോ അവർ നിന്നെ കുത്താൻ മുറിവേൽപ്പിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, സോ അത് നീ മനസ്സിലാക്കണം. കൂടാതെ തന്നെ പറയുന്നുണ്ടായിരുന്നു നീ ഓൾറെഡി ആ ഒരു റാങ്കിങ് ലിസ്റ്റിലും കാര്യങ്ങളൊക്കെ വന്നതാണ്, സോ നിനക്കത് എന്തുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നിൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനും കൂടാതെ ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിന്നോടൊപ്പമുള്ള നിനക്ക് ഇഷ്ടമുള്ള ആളുകളൊക്കെ സേവ് ചെയ്യാനും കൂടെ ഉള്ളൊരു അവസരമാണ്. സോ അതും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടാതെ തന്നെ നമ്മുടെ സെന്നാണെങ്കിൽ സാറിനോട് അനുവാദം ചോദിച്ചിട്ട് ക്ലാസ്സിന് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇവൾ പുറത്തേക്ക് പോകുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഒരു ഗേൾ അവൾ വന്ന് മുട്ടുന്നുണ്ടായിരുന്നു, എന്നിട്ട് അവിടെ വീഴുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നിട്ട് അവളാണെങ്കിൽ സ്റ്റെയർ കയറി പോകുന്നുണ്ടായിരുന്നു. സോ അവളുടെ പുറകെ തന്നെ നമ്മുടെ സെന്നും പോകുന്നുണ്ടായിരുന്നു. സെന്ന് പോണ കാഴ്ചയാണെങ്കിൽ ഇവർ 3 പേരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരാണെങ്കിൽ സെന്നിനെ പിന്തുടർന്ന് പോകുന്നുണ്ട്. സെന്നാണെങ്കിൽ ഒരു വാഷ്റൂമിൻ്റെ അവിടേക്കാണ് വന്നിട്ടുള്ളത്, കാരണം അവൾ ആ വാഷ്റൂമിലേക്ക് കയറി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സെന്നാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാ റൂമും കാര്യങ്ങളൊക്കെ നോക്കുന്നു, മെയിൻ വാഷ്റൂമിൽ ഓരോ ഡോറും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കുമ്പോൾ അവൾക്ക് ഞെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ കയറി വന്ന കുട്ടി ഭയങ്കര ഭയാനക രൂപത്തിൽ ആ നെയിൽ കുത്തിയിട്ട് മരണപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സെന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. നമ്മുടെ സെന്നിനാണെങ്കിൽ വൊമിറ്റിംഗ് ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു അത്ര അടുത്തുനിന്നാണ് ഈ ഒരു രൂപം കാണുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പ്രിൻസിപ്പൾ എല്ലാവരോടും അവിടെ നിന്ന് പോകാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ അവളെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് അവളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവളാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാനല്ല ചെയ്തത്. അപ്പോൾ പ്രിൻസിപ്പൾ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയപ്പോൾ സുപ്രീമോ അവിടെ വല്ല അധികാരത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രിൻസിപ്പൾ പോലും സുപ്രീമോട് നല്ല ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ സെന്നെ ചിന്തിക്കുന്നുണ്ട് എന്തിനാണ് സുപ്രീമോനെ ഈ ഒരു പ്രിൻസിപ്പൾ ഇങ്ങനെ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ പ്രിൻസിപ്പൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ തീരെ റെസ്പെക്റ്റ് ഇല്ലാതെയാണ് സുപ്രീമോട് സംസാരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ SSGയുടെ സുപ്രീമോ എന്നുള്ള കാര്യം നിനക്കറിയാലോ, കുറച്ച് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തരാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ അവളോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ SSGയുടെ സെക്രട്ടറി ആവാനുള്ള ഒരു ചാൻസ് നിനക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്കത് വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു ചാൻസ് വേണ്ട, അതിലേക്ക് കയറേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് നിനക്ക് വേറൊരു ചോയ്സും കാര്യങ്ങളൊന്നും ഇല്ല, നിനക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ നീ എന്തായാലും കയറിയേ മതിയാവും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കൂടെ തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് റിയാലിറ്റി എന്താണെന്നറിയില്ല, ഈ ഒരു SSGയിലെ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ എത്രമാത്രം ബെനിഫിറ്റും കാര്യങ്ങളും നിനക്ക് ഉണ്ടാവും എന്നുള്ളത് നിനക്കറിയില്ല. എന്ത് തീരുമാനം എടുക്കണമെങ്കിൽ ചിന്തിച്ചിട്ട് മാത്രം എടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു സെക്രട്ടറി ആയി കഴിഞ്ഞാൽ നിനക്ക് കിട്ടാൻ പോകുന്നത്. നിൻ്റെ പൊസിഷൻ നീ എന്തായാലും വിട്ട് കളയാൻ പാടില്ല, കാരണം ഒരുപാട് പേര് കൊതിക്കുന്ന ഒരു പൊസിഷനാണ്, ഒരുപാട് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ലാസ്റ്റ് നൈറ്റ് എന്തോ ഒന്ന് പറ്റിയെന്ന് ഞാൻ കേട്ടല്ലോ. സോ എന്താ ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, അതിൽ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് ചോദിക്കുന്നുണ്ട്. അത് അപ്പം തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു ഇപ്പം എനിക്ക് സ്റ്റിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സോ എനിക്ക് ക്ലാസ്സിലുണ്ട്, ഞാൻ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവൻ തിരിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു സെന്നിനെ. എന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും ഫൂളാക്കുന്ന പോലെ എന്നെ ഫൂളാക്കാൻ നോക്കണ്ട, എല്ലാ കാര്യങ്ങളും എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട്, നീ അവിടെ പോയി അവളുടെ പിന്നാലെ പോയിട്ട് നിൻ്റെ ഫേസിൽ കാണാം എന്ത് സത്യം എന്താണെന്നുള്ളത് നിൻ്റെ ഫേസിൽ കാണാം, ട്രസ്റ്റ് ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കൂടാതെ തന്നെ ആരാണ് ആ പ്രവൃത്തി ചെയ്തതെന്നുള്ളതും നിനക്കറിയാം, സോ അത് നീ എന്തായാലും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു സമയത്താണെങ്കിൽ നമ്മുടെ സെന്നിൻ്റെ മുഖത്താണെങ്കിൽ ആരാണ് അത് ചെയ്തത് എന്താണെന്നുള്ളതൊക്കെ ഏകദേശം അവൾക്ക് അറിയാമെന്നുള്ള ഭാവത്തിലാണ് ഇങ്ങനെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. എന്നിട്ടാണെങ്കിൽ ഓരോ കാര്യങ്ങൾ പിറുപിറുത്തുകൊണ്ട് സ്റ്റെയറും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ കൂടെ നമ്മുടെ സാർ ഉണ്ടായിരുന്നല്ലോ, സാറാണെങ്കിൽ നമ്മുടെ സെന്നിനെ കാത്ത് അവിടെ പുറത്തുതന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റെയർ ഇറങ്ങിയ പാടിന് സാർ അവളെ വിളിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് സംസാരിക്കാൻ വേണ്ടി എൻ്റെ ഒപ്പം ഒന്ന് വരുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു സോറി സാർ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണം, അവരാണെങ്കിൽ എന്നെക്കുറിച്ച് വെറിയായിട്ട് ഇരിക്കുന്നുണ്ട്, സോ അവരുടെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്നത്. അപ്പോൾ സാറ് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് സാറും അവളും കൂടെ കഫറ്റീരിയയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സാറിന് ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ വെയിറ്റർ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ കൂടെ എന്ത് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, സാർ എന്തിനാ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും നമ്മുടെ സെന്നിനുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിൻ്റെ ഒരു ഹെൽപ്പ് വേണോ. അപ്പോൾ നമ്മുടെ സെന്നാണെങ്കിൽ ആകെ നെട്ടി, കാരണം സാറിന് എന്താണ് അവളുടെ ഹെൽപ്പ് എന്താ വേണ്ടത്. സോ അവൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് ഹെൽപ്പാണ്. അപ്പോൾ അവൾ സാറ് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഒരു ടീച്ചർ മാത്രമല്ല, അതിൻ്റെ പുറമെ ഞാനൊരു ഡിറ്റക്റ്റീവ് കൂടിയാണ്, ഇങ്ങോട്ടേക്ക് വന്നതിന് എനിക്ക് ഒരുപാട് ഉദ്ദേശങ്ങളും കാര്യങ്ങളും ഉണ്ട്. സോ ഇവിടെ പിന്നണിയിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും അതിൻ്റെ റിയാലിറ്റി പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് സാറ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അത്രയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപാട് പേര് കാണും, സോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദിസ് ഇസ് അമന സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.